വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണോ നിങ്ങൾ വീട് അന്വേഷിക്കുന്നത്? എങ്കിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ ഒരു വീടുമായിട്ടാണ്. ഇൻഫോ പാർക്കിനടുത്ത് 5.25 സെൻറ്റ് സ്ഥലത്ത് ഒരു 4 BHK, അതും നല്ല പ്രകൃതി സൗന്ദര്യം ഒത്തിണങ്ങിയ ഒരു ലൊക്കേഷൻ. മൂന്ന് മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഈ ഒരു വീട് ഒരു പീസ്ഫുൾ റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇവിടെ റോഡിൻ്റെ വർക്ക് കൂടി കംപ്ലീറ്റ് ആവാനുണ്ട്. ഈ റോഡ് ഇവിടെയായിട്ട് എൻഡ് ആവുകയാണ്. അതുകൊണ്ട് ഈ എൻഡ് പോർഷൻ നമുക്ക് ഗസ്റ്റ് പാർക്കിങ്ങിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വളരെ സിമ്പിളായ ഒരു കോമ്പൗണ്ട് വാൾ ഡിസൈനാണ് ഈ ഒരു വീടിന് ഉള്ളത്. 4.2 മീറ്ററാണ് ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ബോക്സി എലിവേഷനോട് കൂടിയ ഈ വീട് കിഴക്ക് ദർശനമായിട്ടാണ് വരുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകിയ ഒരു മുറ്റത്തേക്കാണ്. ഈ വീടിന് 3 കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വടക്ക് ഭാഗത്താണുള്ളത്. 14 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയായിട്ടാണ് ഫസ്റ്റ് കാർ പാർക്കിംഗ് വരുന്നത്. ഒരു SUV വാഹനം തന്നെ നമുക്കിവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ബാക്ക് സൈഡിൽ ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള ഗ്രില്ല് നൽകിയിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ടാണ് കിണർ വരുന്നത്. കിണറിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കൊരു ജൈവ പച്ചക്കറി കൃഷി തുടങ്ങാൻ ആവശ്യമായ സ്പേസ് തന്നെ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ വീടിന് കിഴക്ക് ഭാഗത്താണുള്ളത്. 14 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയായിട്ട് ചെറിയൊരു ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. നമ്മുടെ 2 കാർ പാർക്കിംഗ് ഇവിടെയായിട്ടാണ് വരുന്നത്. ഇവിടെയായിട്ട് വലിയൊരു SUV വാഹനം നമുക്ക് പാർക്ക് ചെയ്യാം. ഇവിടെയായിട്ടും നമുക്കൊരു കാർ പാർക്കിംഗ് സൗകര്യം വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 3 കാർ പാർക്കിംഗ് സൗകര്യമാണ് ഈ ഒരു വീടിന് വരുന്നത്. ഇവിടെ എല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലാണുള്ളത്. ഈ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഫുള്ളി പാടശേഖരമാണ്. അതുകൊണ്ട് തന്നെ ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷനാണ് ഈ ഒരു വീട് ഉള്ളത്. വീടിൻ്റെ ഈ തെക്ക് ഭാഗത്ത് 6 അടിയോളമാണ് വിട്ട് വരുന്നത്. മെറ്റൽ ചിപ്സാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ വീടിൻ്റെ പടിഞ്ഞാറ് സൈഡിലാണുള്ളത്. 5 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയും മെറ്റൽ ചിപ്സാണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 13 അടി നീളവും 5 അടി വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. സിറ്റ് ഔട്ടിൻ്റെ ഇരുഭാഗങ്ങളിലും 2 വലിയ പില്ലറുകൾ നൽകിയിട്ടുണ്ട്. പില്ലറുകൾ ടൈലും ടെക്സ്ചർ വർക്കും ചെയ്ത് അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു ചെറിയ ഡെക്കർ സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ 2 പില്ലറിൻ്റെ സൈഡിലും 2 ഷൂ റാക്കും നൽകിയിട്ടുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോറും കിഴക്ക് ദർശനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. തേക്കിൻ്റെ അടിയിൽ വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്ത ഒരു മെയിൻ ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇവിടെയായിട്ട് വന്നിരിക്കുന്ന വിൻഡോയുടെ ഷട്ടറുകളും തേക്കിൻ തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. 10 അടി നീളവും 9.5 അടി വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഇത് ഈസ്റ്റ് സൈഡാണ്, ഇത് സൗത്തും. ഈസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഗ്ലോസി ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്ക് വരാം. 10.5 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ട് സ്റ്റെയറിൻ്റെ താഴ്ഭാഗം കബോർഡ് വർക്കുകൾ ചെയ്ത് ക്ലോസ് ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ട് ഒരു ക്രോക്കറി യൂണിറ്റും താഴ്ഭാഗത്ത് സ്റ്റോറേജ് യൂണിറ്റും വരുന്നുണ്ട്.
നമുക്കിനി ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്ന ഈ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് ചെറിയൊരു ക്രോക്കറി യൂണിറ്റ് വരുന്നു. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ. ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചണിലേക്ക് വരാം. 10 അടി നീളവും 9.5 അടി വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് ടൈലുകളാണ് കിച്ചണിന് നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ കിച്ചണിൻ്റെ ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസസ് ഈ ഒരു കിച്ചണിന് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. നമുക്കിനി ഈ വീടിന് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൻ്റെ ഡോറ് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13.5 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇത് നോർത്ത് സൈഡിലാണ്, ഇത് വെസ്റ്റ് സൈഡ്. നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ചെറിയൊരു ടേബിൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെയായിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 9.5 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇത് സൗത്ത് സൈഡാണ്. സൗത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് ഒരു 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു ഹീറ്റർ എന്നുള്ള പോയിന്റ് കൂടി ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും SS യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് 3.5 അടിയിലേറെ വിട്ടുള്ള ഈ ഒരു പാസേജിലേക്കാണ്. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. സ്റ്റെയർ കയറി നമ്മൾ വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 10 അടി നീളവും 9.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഈസ്റ്റിലേക്ക് 2 2 ഡോർ വിൻഡോയും നോർത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോയുമാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് വാൾഡ്രോബും ഒരു സൈഡ് ടേബിളും വന്നിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 10 അടിയോളം നീളവും 9.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇത് സൗത്ത് സൈഡാണ്, ഇത് ഈസ്റ്റ്. സൗത്തിലേക്കും ഈസ്റ്റിലേക്കും 2 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. മാറ്റ് ഫിനിഷ് ടൈലുകളൊക്കെ നൽകി സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം.
12.5 അടിയിലേറെ നീളവും 5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. 22 അടിയിലേറെ നീളവും 10.5 അടി വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസിൽ നിന്നുള്ള വ്യൂ വളരെ മനോഹരമാണ്. ബസ് സ്റ്റോപ്പിലേക്ക് 800 മീറ്റർ, സമരട്ടൺ ഹോസ്പിറ്റലിലേക്ക് 1.3 കിലോമീറ്റർ, ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 3.5 കിലോമീറ്റർ, സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിലേക്ക് 3.2 കിലോമീറ്റർ, കാക്കനാടേക്ക് 7.8 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 6.4 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 9.7 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 9.8 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 5.5 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 6.2 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 20 കിലോമീറ്റർ, കലൂർ സ്റ്റേഡിയത്തിലേക്ക് 14 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 5.25 സെന്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 65 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും വാങ്ങുന്നതിനും ഡീറ്റെയിൽസ് അറിയുന്നതിനും ലോൺ ഫെസിലിറ്റിക്കും വേണ്ടി സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.